നമസ്കാരം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ആയുധങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ ഈ മിസൈലിൻ്റെ 83% ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നവയാണ്. എന്നാൽ ഇത് വരും വർഷങ്ങളിൽ 90 മുതൽ 95% വരെയാക്കി ഉയർത്താനാണ് പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രമായ DRDO ലക്ഷ്യമിടുന്നത്. ഈ നീക്കം ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ഉറപ്പാണ്. 2026 തദ്ദേശീയ പങ്കാളിത്തം 85%-ലെത്തിക്കുവാനാണ് പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് എങ്കിലും മിസൈലിൻ്റെ നിർമ്മാണ ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉയർന്ന ശതമാനം തദ്ദേശീയവൽക്കരണത്തിന് ഇന്ത്യ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ആഗോള ആയുധ വിപണിയിൽ ബ്രഹ്മോസ് നേരിടുന്ന കടുത്ത മത്സരമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്ന പ്രധാന ഘടകം. ബ്രഹ്മോസിൻ്റെ അടിസ്ഥാന രൂപമായ റഷ്യയുടെ P-800 ഒണിക്സ് മിസൈൽ അന്താരാഷ്ട്ര വിപണിയിൽ വളരെ കുറഞ്ഞ നിരക്കാണ് ലഭ്യമാകുന്നത്. റഷ്യയിലെ വിപുലമായ ഉൽപ്പാദന സൗകര്യങ്ങളും പതിറ്റാണ്ടുകളായുള്ള നിർമ്മാണ പരിചയവുമാണ് ഒണിക്സിന് കുറഞ്ഞ വില നൽകുവാൻ അവരെ സഹായിക്കുന്നത്. ബ്രഹ്മോസുമായി താരതമ്യം ചെയ്യുമ്പോൾ സാങ്കേതികമായി ഒണിക്സ് അല്പം പിന്നിലാണ് എങ്കിലും അതിൻ്റെ വിലക്കുറവ് പല രാജ്യങ്ങളെയും അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. ഈ വെല്ലുവിളി മറികടക്കണം എങ്കിൽ ബ്രഹ്മോസിൻ്റെ നിർമ്മാണ ചെലവ് ഗണ്യമായി കുറയ്ക്കേണ്ടതുണ്ട്. ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമായതിനാൽ തന്നെ നിലവിൽ മിസൈൽ നിർമ്മാണത്തിൽ ചില അധിക ചെലവുകൾ വരുന്നുണ്ട്. ഇത് ഒഴിവാക്കാനും ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്താനും റഷ്യൻ പങ്കാളികളായ NBO മാഷിനോസ്ട്രോയിനെയുമായി ചർച്ചകൾ നടന്നു വരികയാണ്. സാങ്കേതികമായി നോക്കിയാൽ ബ്രഹ്മോസിൻ്റെ എയർ ഫ്രെയിം, ബൂസ്റ്ററുകൾ, നിയന്ത്രണ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക്സ് ഭാഗങ്ങൾ എന്നിവ ഇന്ത്യ വിജയകരമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. എങ്കിലും മിസൈലിൻ്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ലിക്വിഡ് റാംജെറ്റ് എഞ്ചിൻ, പ്രത്യേക ഇന്ധന സംവിധാനങ്ങൾ, എയർ ഇൻടേക്ക് മെക്കാനിസം, ഗൈഡൻസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ട്രാവലിംഗ് വേവ് ട്യൂബുകൾ തുടങ്ങിയ സങ്കീർണമായ ഭാഗങ്ങൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് തന്നെയാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഈ 15 മുതൽ 20% വരെ വരുന്ന നിർണായക ഭാഗങ്ങൾ കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധിച്ചാൽ മിസൈലിൻ്റെ വില പകുതിയോളമായി കുറയ്ക്കുവാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനാവശ്യമായ സാങ്കേതികവിദ്യ ഇന്ത്യയുടെ പക്കലുണ്ട് എങ്കിലും സംയുക്ത സംരംഭത്തിൻ്റെ കരാറുകൾ പ്രകാരം റഷ്യയുടെ അനുമതി കൂടി ഇതിന് ആവശ്യമാണ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ആയുധ കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൻ്റെ ഭാഗമാണ്. ഫിലിപ്പൈൻസ് ഉൾപ്പെടെയുള്ള തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ബ്രഹ്മോസ് കയറ്റുമതി ചെയ്യുവാൻ ഇന്ത്യക്ക് പദ്ധതിയുണ്ട്. എന്നാൽ ചൈനീസ് നിർമ്മിത മിസൈലുകളോടും റഷ്യൻ നിർമ്മിത മിസൈലുകളോടും വിലയിൽ മത്സരിക്കുവാൻ സാധിച്ചാൽ മാത്രമേ ഈ വിപണിയിൽ ഇന്ത്യക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിയുകയുള്ളൂ. കുറഞ്ഞ പലിശയ്ക്കുള്ള വായ്പകൾ നൽകി മിസൈലുകൾ വിൽക്കുവാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ നിർമ്മാണ ചെലവ് കുറയുന്നത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കും. തദ്ദേശീയവൽക്കരണം പൂർണ്ണമാകുന്നതോടെ പ്രതിരോധ മേഖലയിലെ വിദേശ ആശ്രയത്വം കുറയുകയും ഇന്ത്യ ഒരു പ്രധാന ആയുധ കയറ്റുമതി രാജ്യമായി മാറുകയും ചെയ്യും. ഇത് രാജ്യത്തിൻ്റെ തന്ത്രപരമായ സ്വയംഭരണാധികാരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായി മാറുകയും ചെയ്യും. ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖല ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമാനതകളില്ലാത്ത വളർച്ചയുടെ പാതയിലാണ്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് നിർണായകമായ സ്ഥാനമുണ്ട്. എന്നാൽ ഇത്തരം അത്യാധുനിക ആയുധങ്ങളുടെ നിർമ്മാണത്തിന് ഭീമമായ തുക ചിലവാകുന്നു എന്നത് വികസ്വര രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. മിസൈലുകളുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കുക എന്നത് കേവലം ഒരു സാമ്പത്തിക ലാഭം എന്നതിലുപരി രാജ്യത്തിൻ്റെ തന്ത്രപരമായ മുന്നേറ്റത്തിനും വ്യാവസായിക വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. പ്രതിരോധ ബജറ്റിലെ വലിയൊരു ഭാഗവും ആയുധങ്ങളുടെ പരിപാലനത്തിനും പുതിയവ വാങ്ങുന്നതിനുമായി മാറ്റിവെക്കുമ്പോൾ അത് മറ്റ് വികസന പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ട്. ഇവിടെയാണ് കുറഞ്ഞ ചെലവിൽ മികച്ച സാങ്കേതികവിദ്യ വികസിപ്പിക്കേണ്ടതിൻ്റെ പ്രസക്തി നാം തിരിച്ചറിയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് മിസൈൽ നിർമ്മാണ ചെലവ് കുറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്കുള്ള വേഗത വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നതാണ്. മുൻകാലങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാങ്കേതിക വിദ്യയെയും ഭാഗങ്ങളെയും ആശ്രയിച്ചിരുന്നപ്പോൾ വലിയൊരു തുക വിദേശ നാണയമായി പുറത്തേക്ക് ഒഴുകിയിരുന്നു. എന്നാൽ ഇന്ന് DRDO പോലുള്ള സ്ഥാപനങ്ങൾ ആഭ്യന്തരമായി മിസൈലുകൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ഈ ചിലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചു. ഇതിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക ലാഭം ഗവേഷണങ്ങൾക്കും കൂടുതൽ നൂതനമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. നിർമ്മാണ ചെലവ് കുറയുന്നത് വഴി ഒരേ സാമ്പത്തിക വർഷം തന്നെ കൂടുതൽ എണ്ണം മിസൈലുകൾ നിർമ്മിക്കാനും രാജ്യത്തിൻ്റെ അതിർത്തികൾ കൂടുതൽ ശക്തമായി സംരക്ഷിക്കുവാനും സേനയ്ക്ക് സാധിക്കും.
സാമ്പത്തിക ലാഭത്തോടൊപ്പം തന്നെ ലോകത്തിലെ ആയുധ വിപണിയിൽ ഇന്ത്യക്ക് വലിയൊരു മേധാവിത്വം നേടിക്കൊടുക്കുവാൻ മിസൈൽ നിർമ്മാണ ചിലവിലെ കുറവ് സഹായിക്കും. ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകളുടെ വിജയം നാം കണ്ടതാണ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക കൃത്യതയുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ സാധിക്കുമ്പോൾ ഫിലിപ്പൈൻസ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ തേടി എത്തുന്നു. ഇത് രാജ്യത്തേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിനും ഒരു ആഗോള പ്രതിരോധ ഹബ്ബായി ഇന്ത്യയെ മാറ്റുന്നതിനും കാരണമാകും. കുറഞ്ഞ നിർമ്മാണ ചെലവ് എന്നാൽ ഗുണനിലവാരം കുറയുക എന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് മികച്ച സാങ്കേതിക വിദ്യയും പ്രാദേശികമായ വിഭവങ്ങളും ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുക എന്നതാണ്. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ മിസൈലുകൾക്ക് വലിയ മത്സരക്ഷമത നൽകും. മിസൈൽ നിർമ്മാണ ചിലവ് കുറയ്ക്കുന്നത് രാജ്യത്തെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾക്ക് പ്രതിരോധ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇത് പ്രചോദനമാകും. നിരവധി പ്രാദേശിക കമ്പനികൾ മിസൈലുകൾക്ക് ആവശ്യമായ ഭാഗങ്ങൾ നിർമ്മിക്കാൻ മുന്നോട്ട് വരുമ്പോൾ രാജ്യത്തിനകത്ത് വലിയൊരു തൊഴിൽ വിപണി രൂപപ്പെടുന്നു. സാങ്കേതിക വിദ്യയുടെ പ്രാദേശികവൽക്കരണം വഴി അറ്റകുറ്റപ്പണികൾക്കും മറ്റും വേണ്ടിവരുന്ന ചിലവും സമയവും ലാഭിക്കുവാൻ സാധിക്കും. ഇത് സൈന്യത്തിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ദേശീയ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയൊരു കരുത്തും പകരും. തന്ത്രപരമായ സുരക്ഷാ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ചിലവ് കുറഞ്ഞ മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ കവചം കൂടുതൽ വിപുലമാക്കാൻ സഹായിക്കും. ശത്രു രാജ്യങ്ങൾ ഡ്രോണുകൾ പോലുള്ള കുറഞ്ഞ ചിലവിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ അവയെ തകർക്കാൻ വലിയ ചിലവുള്ള മിസൈലുകൾ ഉപയോഗിക്കുക എന്നത് പ്രായോഗികമല്ല. അതിനാൽ വ്യത്യസ്ത ശ്രേണിയിലുള്ള മിസൈലുകൾ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കുന്നത് സാമ്പത്തികമായും സൈനികമായും ഇന്ത്യയെ ശക്തമാക്കും. ചുരുക്കത്തിൽ മിസൈൽ നിർമ്മാണത്തിലെ ചിലവ് കുറയ്ക്കൽ എന്നത് കേവലം സാമ്പത്തിക ലാഭം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സൈനിക ശക്തിയും ആഗോള സ്വാധീനവും ഒരുപോലെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ചവിട്ടുപടിയാണ്. ഗവേഷണ രംഗത്തെ തുടർച്ചയായ മുന്നേറ്റങ്ങളിലൂടെ ഈ നേട്ടം നിലനിർത്തുവാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.